രാജ്യത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്മാരകമായ ഇന്ത്യ ഗേറ്റിന്റെ പേര് മാറ്റണം അല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റിനെ പുനർനാമകരണം ചെയ്യണം എന്നൊരു ആവശ്യവുമായി ബി.ജെ.പിയുടെ ഒരു മുതിർന്ന നേതാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ന്യൂനപക്ഷ മോർച്ച ദേശീയ അധ്യക്ഷൻ ജമാൽ സിദ്ദിഖിയാണ് ഇത്തരത്തിലൊരു ആവശ്യവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുതിയ തുറന്ന കത്തിലാണ് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരമൊരു ആവശ്യം ജമാൽ സിദ്ദിഖി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ജമാൽ സിദ്ദിഖിയുടെ ആവശ്യം ഇന്ത്യ ഗേറ്റിന്റെ പേര് ഭാരത് മാതാ ദ്വാർ എന്നാക്കി മാറ്റണമെന്നാണ്. ഇതിലൂടെ രാജ്യത്തിന്റെ പാരമ്പര്യം വിളിച്ചോതാനാകും എന്നാണ് ജമാൽ സിദ്ദിഖി അഭിപ്രായപ്പെടുന്നത്. ജമാൽ സിദ്ദിഖി ഈ കത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ കത്താണ്. ആ കത്തിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രാജ്യത്ത് അടിമത്വം തൂത്തെറിഞ്ഞ് സന്തോഷം കൊണ്ടുവന്ന പ്രധാനമന്ത്രിക്ക് ഔറംഗസീബ് റോഡ് APJ അബ്ദുൽ കലാം റോഡ് എന്ന് പുനർനാമകരണം ചെയ്ത പോലെ, രാജ്പഥിനെ കർത്തവ്യപാത എന്ന് പുനർനാമകരണം ചെയ്ത പോലെ ഈ ഇന്ത്യ ഗേറ്റിനെയും ഭാരത് മാതാ ദ്വാർ എന്ന് പുനർനാമകരണം ചെയ്യാൻ സാധിക്കും എന്നാണ് ജമാൽ സിദ്ദിഖി പറയുന്നത്. ജമാൽ സിദ്ദിഖി ബി.ജെ.പിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ അധ്യക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് വലിയ വാർത്താ പ്രാധാന്യം ദേശീയ മാധ്യമങ്ങളിൽ അടക്കം ലഭിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത ഒരു ചരിത്ര സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് സ്ഥാപിക്കുന്നത് ലോർഡ് ഇർവിൻ എന്ന ഇന്ത്യയുടെ വൈസ്രോയിയായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട 70,000-ഓളം ഇന്ത്യൻ സൈനികർക്ക് വേണ്ടിയുള്ള ഒരു സ്മാരകമാണ്. ആ സ്മാരകമാണ് പിന്നീട് സ്വാതന്ത്ര്യാനന്തരം ചില മാറ്റങ്ങളൊക്കെ വരുത്തി ഇന്ത്യ ഗേറ്റായി അറിയപ്പെടാൻ തുടങ്ങിയത്. എന്തായാലും ബി.ജെ.പിയുടെ നേതാക്കൾ ഇത്തരത്തിലൊരു വിവാദം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പുറത്തു വന്ന 2 പ്രധാനപ്പെട്ട വാർത്തകളെ മറയ്ക്കുവാനാണ് എന്നൊരു ആരോപണം ശക്തമാണ്. ആ വാർത്തകളിൽ ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദങ്ങളായ വിദേശ യാത്രയെക്കുറിച്ചുള്ള വാർത്തയാണ്. 2014 മെയ് 26 മുതൽ 2019 നവംബർ 15 വരെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ യാത്രകളുടെ വിമാന ചെലവിന്റെ കണക്ക് മാത്രം 600 കോടിയോളം രൂപ വരുന്നു എന്ന ഞെട്ടിക്കുന്ന കണക്ക് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. പ്രധാനമന്ത്രിയുടെ US യാത്രകൾക്കായിരുന്നു 20-19 കോടികൾ ചെലവായത് എന്ന കണക്കും ഇതിനോടൊപ്പം പുറത്തു വന്നിരുന്നു. അതോടൊപ്പം രാജ്യത്ത് വിദ്യാർത്ഥികളുടെ സ്കൂളുകളിലെ കൊഴിഞ്ഞുപോക്ക് ഗണ്യമായി വർദ്ധിക്കുന്നു. ഏകദേശം ഒരു വർഷത്തിനിടെ 37 ലക്ഷം വിദ്യാർത്ഥികൾ രാജ്യത്തെ സ്കൂളുകളിൽ നിന്നും കൊഴിഞ്ഞുപോയി എന്നൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ പുറത്തു വന്നിരുന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന UDISC+ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഇത് പ്രകാരം 2022-23 കാലയളവിൽ രാജ്യത്തെ മുഴുവൻ സ്കൂളുകളിലെ എൻറോൾമെന്റ് 25.17 കോടിയായിരുന്നു. അത് 2023-24 ആകുമ്പോൾ 24.80 കോടി എന്നതിലേക്ക് താഴുന്നു. അതായത് 37 ലക്ഷം വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇതിൽ 16 ലക്ഷം പെൺകുട്ടികളാണ്, 21 ലക്ഷം ആൺകുട്ടികളാണ്. ഇത്തരത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വാർത്തകളിൽ നിന്നും ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ എപ്പോഴും ബി.ജെ.പി സംഘപരിവാർ നേതാക്കൾ ഉയർത്തുന്ന ഒരു ആയുധമാണ് ഈ പേരുമാറ്റം. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലുമൊക്കെ ഈ പേരുമാറ്റൽ തകൃതിയായി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫൈസാബാദിനെ അയോധ്യയാക്കി മാറ്റുന്നതും അലഹബാദിനെ പ്രയാഗ്രാജ് ആക്കി മാറ്റുന്നതുമൊക്കെ പലപ്പോഴായി ബി.ജെ.പി ഭരണത്തിന് കീഴിൽ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചയാണ്. എന്നാൽ രാജ്യത്തിലെ ചരിത്ര സ്മാരകങ്ങളെ കടന്നാക്രമിക്കുന്ന ഒരു ശൈലി ഇത്തരത്തിൽ ബി.ജെ.പി സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ബി.ജെ.പിയുടെ ഏറ്റവും പുതിയ ആവശ്യം ഇന്ത്യ ഗേറ്റിനെ ഭാരത് മാതാ ദ്വാർ എന്ന പേര് മാറ്റണമെന്നാണ്. ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് എഴുതിയ ഒരു തുറന്ന കത്തിലായതുകൊണ്ട് തന്നെ ഇനി പ്രധാനമന്ത്രിയുടെ ഇടപെടൽ, കാര്യം പ്രധാനമന്ത്രി മുൻപ് രാജ്പഥിന്റെ പേര് കർത്തവ്യപാത എന്ന് മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യ ഗേറ്റിന്റെ പേര് ഭാരത് മാതാ ദ്വാർ എന്ന് പുനർനാമകരണം ചെയ്താലും ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം.